ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഓണമൊക്കെ ആയി, നേരത്തെ നമ്മൾ പർച്ചേസിങ്ങിന് പോവാണ്. അപ്പം ഓണം സാധനങ്ങളൊക്കെ, ഓണക്കോടിയും കാര്യങ്ങളൊക്കെ മേടിക്കാൻ നമ്മൾ ചങ്ങനാശ്ശേരിക്കാണ് പോകുന്നത്. അപ്പം നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരിക്കാണ് പോകുന്നത്. ഓട്ടോയിലാണ് ഞാനും അമ്മയും അച്ഛനുമുണ്ട്. അപ്പോൾ പോയ വഴി എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് റെഡിയായി പോകുമായിരുന്നു. കാരണം നമ്മൾ ഓണത്തിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി, ഡ്രസ്സ് എടുക്കാനാണ് പോയി കേട്ടോ. അപ്പം അത് കാരണം എനിക്ക് നന്നായിട്ട് വിശന്നു. ഞാൻ വന്നിട്ടൊന്നും കഴിച്ചില്ല, ഒരു ചായ പോലും കുടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ചങ്ങനാശ്ശേരി പോകുന്ന വഴിക്ക് ഒരു ചെറിയ ബജ്ജിക്കടയുണ്ട്, നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ച് തരാം, അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും ആഗ്രഹം ഉഴുന്നുവട കഴിക്കണമെന്നായിരുന്നു അന്നേരത്തെ ഒരാഗ്രഹം. അപ്പോൾ പിന്നെ നേരെ ഞങ്ങൾ വണ്ടി വിട്ടു ചങ്ങനാശ്ശേരിയിലേക്ക്. ഇതിപ്പോൾ നമ്മുടെ പെരുന്തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലമാണ് പോകുന്ന വഴി കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മൈൻഡ് മുഴുവനും ഓണത്തിന് എന്താണ്, ഏത് ഡ്രസ്സ്, ഏത് കോസ്റ്റ്യൂം തിരഞ്ഞെടുക്കുമെന്നായിരുന്നു. അവിടെ ചെന്ന് ഞാൻ കുറേ സെർച്ച് ചെയ്തു. എന്നിട്ട് നമുക്ക് ഒരു സാരി എനിക്ക് കിട്ടി. കുഴപ്പമില്ലാത്തൊരു സാരിയാണെന്ന് തോന്നി. അപ്പം പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഇതൊക്കെ. ഇതെല്ലാം നമ്മുടെ പെരുന്തുരുത്തി ഭാഗമാണ്. അരമന റെസ്റ്റോറൻറ്റ്. നമ്മുടെ ഈ ഒരു സ്ഥലം ഒരുപാട് ഡെവലപ്ഡ് ആയി കേട്ടോ. പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ചെറിയ 2-3 കട മാത്രം ഉണ്ടായിരുന്ന ഒരു ഏരിയ ഇപ്പം ഭയങ്കര ഡെവലപ്ഡ് ഒരു ഏരിയ ആയി കേട്ടോ. ഭയങ്കര ഒരുപാട് ചേഞ്ചസ് ഇവിടെ വന്നു. പല പല കടകൾ, ഇഷ്ടം പോലെ ഫേർണിച്ചർ കട, ഫുഡിൻ്റെ ആണെങ്കിലും എല്ലാ കടകളും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. കാരണം ഞാൻ ഈ വഴിക്ക് അധികം വരാറില്ല. ജസ്റ്റ് ചങ്ങനാശ്ശേരി എന്നുള്ള റൂട്ട് പിടിക്കുമ്പോൾ മാത്രം. ഞാൻ വളരെ റയറായിട്ടാണ് ഈ ഒരു ഏരിയയിൽ പോകുന്നത്. അപ്പോൾ അന്നേരം മാത്രമേ ഞാനിതിൽ ട്രാവൽ ചെയ്യാറുള്ളൂ. കൂടുതൽ ഞങ്ങൾ തിരുവല്ലയിൽ നിന്ന് പത്തനംതിട്ട ആ ഭാഗത്തേക്കാണ് കൂടുതൽ യാത്ര ചെയ്യാറ്. അപ്പം ഇങ്ങനെ വിശന്നിരുന്നു. അവിടെ കട എവിടെ എന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഈ കാറ്റ് കാരണം എനിക്കൊട്ട് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടൊരു വീഡിയോ എടുക്കണമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഈ കാറ്റ് ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയൊരു കട. ഇതിന് മുമ്പ് ഒരു പ്രശ്നം ഇതിൽ വന്നപ്പോൾ അവിടെ ഒന്ന് കഴിച്ചിട്ടുണ്ട്. നല്ല മുരിഞ്ഞ ഉഴുന്നുവട, നല്ല ഫ്രഷ് ആയിട്ടുള്ള എല്ലാ സാധനം കിട്ടും. നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ അവിടെ കിട്ടുന്നതെല്ലാം. അപ്പം അച്ഛൻ ഞങ്ങളെ ഓട്ടോയിൽ ഇരുത്തിയിട്ട് ഇതെല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട് പോയി അവിടെ നിൽക്കുകയാണ്. ഒരു സാധാരണക്കാർ നടത്തുന്ന ഒരു കട. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അവർ കട നടത്തുന്നത്. ചെറിയൊരു കട, പക്ഷേ നല്ല സാധനങ്ങളാണ് കേട്ടോ. പലയിടത്തു നിന്നും ഞാൻ ഉഴുന്നുവട കഴിച്ചിട്ടുണ്ടായാലും എനിക്ക് ഇവിടുത്തെയാണ് ഇഷ്ടം. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, നല്ല മുരിഞ്ഞിരിക്കും അത് സാധനം. അപ്പോൾ ഞാൻ നല്ല ചൂടുള്ള ഉഴുന്നുവടയ്ക്കും ഏത്തയ്ക്ക അപ്പത്തിനും എന്തൊക്കെയാണോ കൊണ്ടുവരുന്നത് അതിനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരുന്നു. അങ്ങനെ സാധനം എൻ്റെ കൈ കിട്ടി. ഓട്ടോയിലിരുന്ന് കഴിക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. ചട്നി ഉണ്ടായിരുന്നു, ഉഴുന്നുവട, പരിപ്പ് വട, ഏത്തയ്ക്ക അപ്പം, ഇത്രയും സാധനങ്ങളാണ് മേടിച്ചുകൊണ്ട് വന്നത്. നല്ല ഉഴുന്നുവടയായിരുന്നു, നല്ല മുരുമുരാന്നിരിക്കുന്ന ഉഴുന്നുവട നീട്ടിലെ ആ സാധനമായിരുന്നു കേട്ടോ. അങ്ങനെ ഓട്ടോ ഇരുന്ന് ഞാൻ ഏകദേശം പകുതിയും കഴിച്ചു. നല്ല ടേസ്റ്റി ആയിരുന്നു. എൻ്റെ ആ കഴിപ്പ് കാണുന്നത് ആക്രാന്താന്ന് തോന്നിക്കണ്ട. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ല വിശന്നിരുന്നാണ് ഞാൻ അങ്ങോട്ട് പോയത്. കാരണം വരുന്ന സമയത്ത് ഞാനൊരു ചായയെങ്കിലും കുടിക്കും. അപ്പോൾ ഇതൊന്നും കിട്ടാതെ പോയതാണ്. അപ്പോൾ എന്തായാലും എനിക്കറിയാം ചങ്ങനാശ്ശേരി പോയി കഴിഞ്ഞാൽ, ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കടകളിലെ തിരക്കും, ഉടനെയെങ്കിലും തിരിച്ചു വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ചങ്ങനാശ്ശേരി പോയി കഴിഞ്ഞാൽ. അതും അവിടുത്തെ ബ്ലോക്കും കാര്യങ്ങളും. അതുകൊണ്ടാണ് ഞാൻ വയറ് നിറച്ചിട്ടാണ് പോയത്. പിന്നെ ഞങ്ങൾ നേരെ ചങ്ങനാശ്ശേരിയിലേക്കാണ് വിട്ടത്. പോകുന്ന വഴികളിലെ വീഡിയോകളാണ് വീണ്ടും ഇതെല്ലാം. അത്യാവശ്യം നല്ല ബ്ലോക്കുള്ള ഒരു ഏരിയയാണ് കേട്ടോ ചങ്ങനാശ്ശേരിയിൽ ഞാൻ സ്കൂട്ടറിൽ പോകാറില്ല. കാരണം ഈ വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ ഇത് എവിടെ കൊണ്ട് പാർക്ക് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. എങ്ങും സ്ഥലമില്ല. ഒന്നാമത് വലിയ വീതിയുള്ള റോഡല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള വണ്ടികളും എല്ലാം കൂടി. ഇപ്പോൾ ചങ്ങനാശ്ശേരി KSRTCയുടെ പണി നടക്കുന്നുണ്ട്. കൂടുതൽ ആൾക്കാരും റോഡ് സൈഡിലാണ് നിന്ന് വണ്ടി കയറുന്നത്. അപ്പോൾ അതിൻ്റെ തിരക്ക്, വണ്ടികൾ പോകുന്നതിൻ്റെ തിരക്ക്. പിന്നെ ഫസ്റ്റ് ഞങ്ങൾ എത്തിപ്പെട്ടത് നമ്പർ 1-ലാണ്. അപ്പം ഇതാണ് നമ്പർ 1. അപ്പോൾ ആദ്യം ഇവിടുത്തെ സെലക്ഷൻസൊക്കെ, ഞാനും ശ്രീദേവി ഇതിനു മുമ്പ് കടയിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല സെലക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വിലയില്ല, നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിലുള്ളതാണ് ഇവിടുത്തെ സാധനങ്ങളെല്ലാം. അപ്പോൾ ഞങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി. ടീഷർട്ടുകളൊക്കെ 100 രൂപയുടെ ടീഷർട്ട്, ആൺകുട്ടികൾക്ക് വീട്ടിലിടാൻ പറ്റുന്നേ, അതൊക്കെ 100 രൂപയുടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് കേട്ടോ. നല്ലതാണ്. ഞാൻ പിന്നെ ശിവായിക്ക് 2 മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഷോർട്ട്സും 100 റുപ്പീസിൻ്റെ ഷോർട്ട്സ്, അത് നല്ല കണ്ടോ, 89-99 റുപ്പീസിൻ്റെ ഒക്കെ ഷോർട്ട്സാണ് കാണുന്നത്. അത് എനിക്ക് നല്ല വർത്തായിട്ട് തോന്നി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ധാവണിയാണിത്. മെയിനായിട്ട് ശ്രീദേവിയെ കാണിക്കാൻ വേണ്ടി എടുത്താണ് കേട്ടോ. ഈ ധാവണിയുടെ ഈ പാവാട അടിപൊളിയായിരുന്നു. പിന്നെ ഷോളും ബ്ലൗസും സെയിം കളർ വരുന്നു. പിന്നെ എൻ്റെ ഹൈറ്റിന്, എനിക്ക് അത്യാവശ്യം നല്ലൊരു ഹൈറ്റുള്ള ഒരാളാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം എൻ്റെ ഹൈറ്റിന് അത് പറ്റത്തില്ലായിരുന്നു. പിന്നെ ഇതുണ്ട് ഈ സെറ്റ് സാരി. ഇതൊരു ലൈക്ക് സാധാരണ കോട്ടൺ പോലെ ഒന്നുമല്ല. ഇതിൻ്റെ ഒരു മെറ്റീരിയലിനൊരു നല്ല വ്യത്യാസമുണ്ട്. ഒരു നെറ്റിൻ്റെ ഷെയ്ഡ് വരുന്നതാണ്. ഒരു നെറ്റ് പോലെ ഇരിക്കും, എന്നാൽ നമ്മുടെ ബോഡി കാണുന്ന രീതിയിലല്ല. ഈ അടുത്തടുത്തുള്ള നെറ്റ് പോലെ എന്തോ ഒരു പ്രത്യേകതരം തുണിയായിട്ട് എനിക്ക് തോന്നി. അതെന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ എനിക്കത് ഇഷ്ടപ്പെട്ടു.
തുറന്നൊക്കെ നോക്കിയപ്പം അത്യാവശ്യം നല്ലതാണ്, നമ്മുടെ ശരീരത്തിനോട് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയലാണത്. അങ്ങനെ ഞാൻ ആ സെറ്റ് സാരിയും എടുത്തു. പിന്നെ അമ്മയ്ക്ക് കുറച്ച് ചുരിദാർ, ഫാമിലി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ എല്ലാം എടുത്തു കഴിഞ്ഞ് നെക്സ്റ്റ് ഞങ്ങൾ പോയത് SM-ലോട്ടാണ്. അപ്പം നമുക്ക് കുറച്ച് ഡ്രസ്സ് കൂടെ വേണമായിരുന്നു. ചില ചുരിദാറുകളൊന്നും അന്ന് നമുക്കത്ര ഈ ഫംഗ്ഷൻ ഇടാൻ പറ്റിയ ചുരിദാറുകളൊക്കെ കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ SM-ൽ പോയി ചുരിദാർ നോക്കാൻ പോയപ്പം SM-ൽ അതിലും വലിയ വില, ഭയങ്കര വിലയായിരുന്നു SM-ൽ കേട്ടോ. അതുപോലെ തന്നെ SM-ലാണ് നമ്മുടെ ലിഫ്റ്റെല്ലാം ബിസി, നമ്മൾ സ്റ്റെയർ കയറി ഇറങ്ങുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ SM-ൽ നിന്നും നമ്മൾ ചുരിദാറൊക്കെ എടുത്തു. ചെന്നപ്പോൾ അവിടെ ഒരു സെറ്റ് സാരിയിലാണ് എൻ്റെ കണ്ണ് പോയത് കേട്ടോ. പിന്നെ അവിടെ ചെന്നു, അവിടെ നിന്നും ചുരിദാറും കുറച്ച് ഡ്രസ്സും കൂടെ എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിക്കുകയായിരുന്നു. എനിക്ക് എവിടെ സെറ്റ് സാരികൾ കണ്ടാലും അതിലോട്ടൊരു നോട്ടമുണ്ട് കേട്ടോ, ഏതാണ് ബെറ്റർ എന്നറിയണ്ടേ. ചുരിദാറുകളൊക്കെ അധികം വലിയ ഭംഗിയില്ലാത്തതാണ്, പാർട്ടി വെയർ എടുത്താൽ തന്നെ വലിയ ഭംഗിയില്ലാത്ത രീതിയിലുള്ള ചുരിദാറുകളായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ SM-ൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നമ്പർ 1-ലായിരുന്നു അതിലും കൂടുതൽ കളക്ഷൻ. അപ്പോൾ ഓണത്തിന് ചങ്ങനാശ്ശേരിക്കാർ, തിരുവല്ലക്കാർ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ 1-ലാണ് ഇച്ചിരി കൂടെ സെലക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ അവരുടെ നെക്സ്റ്റ് കളക്ഷൻസ് വരുമ്പോൾ എവിടെയാണെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ വില കൊണ്ടും നമ്പർ 1 കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങളുടെ 2 പേരെയും കൈ നിറച്ച സാധനങ്ങളുമായി ഞങ്ങൾ SM-ൽ നിന്ന് ഇറങ്ങി തിരിച്ച് ഓട്ടോയിൽ കയറി. ചങ്ങനാശ്ശേരിയിൽ നല്ല ഫുഡ് കിട്ടുന്ന ചെറിയ ചെറിയ കടകളുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി അവിടുന്ന് ഞങ്ങളുടെ ബിരിയാണി, ഫ്രൈഡ് റൈസ് അതെല്ലാം മേടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.